തൊഴിലുറപ്പ് പദ്ധതിയിൽ കല്ല് കയ്യാല നിർമ്മാണം, അതിൻ്റെ അളവുകൾ, എങ്ങനെയാണ് ഫോം ഫില്ലാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. സ്റ്റോൺ ബണ്ടിൻ്റെ ഫോം എഴുതുന്നതെന്ന് പറയുന്നത്, ഫസ്റ്റ് ഫോം 2-ൽ വർക്ക് കോഡ്, പ്രവൃത്തിയുടെ പേര്, മേറ്റിൻ്റെ പേര്, മസ്റ്റ്രോൾ നമ്പർ, വ്യക്തിഗത ഗുണഭോക്താവിൻ്റെ ആരെ വീട്ടിലാണ് പണിയെടുക്കുന്നത്, ഉടമസ്ഥൻ്റെ പേര് എഴുതാം. പിന്നെ തൊഴിലാളിയുടെ പേര് 10-ൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ സൈഡിലോട്ട് എഴുതാം. പിന്നെ മസ്റ്റ്രോൾ കാലയളവ്, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണോ പണിയില്ല മസ്റ്റ്രോൾ കാലയളവ് എഴുതാം. പിന്നെ സ്റ്റോൺ ബണ്ടിലയിൽ ഈ 3 കാര്യമാണ് എഴുതാനുള്ളത്. ഈ 3 കാര്യമാണ് ഒരു ദിവസം പണിയെടുത്തിട്ട് എഴുതാനുള്ളത്. അപ്പോൾ സൈഡിലോട്ട് ഡേറ്റ് എഴുതാം. ഇപ്പം ഇന്ന് 18-ാം തീയതി 18, 11, 24 എന്ന് എഴുതാം. എത്ര ആൾക്കാർ വന്നിട്ടുണ്ടെന്നും കൂടി എഴുതാം. എക്സാമ്പിൾ 10 ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഇത് കാണിക്കുന്നത് അടിയിൽ നമ്മൾ എർത്ത് വർക്ക് ചെയ്യുന്നില്ലേ, അതാണ് 80 TM A421 എന്ന് വെച്ച് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ആ എർത്ത് വർക്ക് ചെയ്ത സ്ഥലത്ത് കല്ല് കെട്ടുന്നതാണ് രണ്ടാമത്തെ വരിയിൽ നമ്മൾ എഴുതുന്നത്. പിന്നെ അതിൻ്റെ മേലേക്ക് കെട്ടുന്നതാണ് മൂന്നാമത്തെ വരിയിൽ നമ്മൾ എഴുതുന്നത്. ഫസ്റ്റത്തെ ലൈൻ ഫസ്റ്റ് ചെയ്യുന്ന എർത്ത് വർക്കിനെ സൂചിപ്പിക്കുന്നത്. എർത്ത് വർക്ക് ചെയ്തെടുത്ത് കല്ല് കെട്ടുന്നതാണ് രണ്ടാമത്തെ ലൈനിൽ നമ്മൾ എഴുതുന്നത്. മൂന്നാമത്തെ ലൈനിൽ അതിൻ്റെ മേലെ കെട്ടുന്നതാണ് എഴുതുന്നത്. ഇപ്പോൾ ഒരു ചെത്തല്ല് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ നീളം ഒരു 35 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഒരു ഏകദേശം പറയുന്ന ഹൈറ്റ് പറയുന്നതും 20 ആയിരിക്കും. ഫോം എഴുതുമ്പം നീളം, വീതി, ഉയരം 3 ഇതില്ലേ, അതിൽ നീളത്തിൻ്റെ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്, ഇപ്പം 1 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സ്റ്റോൺ ബണ്ട് കെട്ടുന്നതെങ്കിൽ 1 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സ്റ്റോൺ ബണ്ട് കെട്ടുന്നതെങ്കിൽ ഒരാൾ 50 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഒരു ദിവസം പണിയെടുക്കേണ്ടത്. 50 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1/2 മീറ്റർ നീളത്തിൽ വേണം ഒരാൾ എടുക്കാൻ വേണ്ടിയിട്ട്. 75 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കെട്ടുന്നതെങ്കിൽ ഒരാൾ 60 സെൻറ്റിമീറ്റർ നീളത്തിൽ വേണം പണിയെടുക്കാൻ വേണ്ടിയിട്ട്. 1 മീറ്റർ ഹൈറ്റിലാണെങ്കിൽ 50 സെൻറ്റിമീറ്റർ നീളത്തിൽ വേണം സ്റ്റോൺ ബണ്ട് ഒരാൾ ചെയ്യേണ്ട പണി. 75 സെൻറ്റിമീറ്റർ ഹൈറ്റിലോട്ടാണ് കെട്ടുന്നതെങ്കിൽ ഒരാൾ 60 സെൻറ്റിമീറ്റർ നീളത്തിൽ വേണം സ്റ്റോൺ ബണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിവിടെ 1 മീറ്റർ ഹൈറ്റിലാണ് കെട്ടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾ 1/2 മീറ്റർ നീളത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 ആൾക്കാരുണ്ടെങ്കിൽ 10 ഇൻറ്റു ഒരാൾ 50 സെൻറ്റിമീറ്റർ, അപ്പോൾ 10 ആൾക്കാരുണ്ടെങ്കിൽ 10 ഇൻറ്റു 0.5, 50 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.5 എന്ന് വരും. അപ്പോൾ 10 ആൾക്കാരുണ്ടെങ്കിൽ 5 മീറ്റർ നീളത്തിലാണ് അന്ന് പണിയെടുക്കേണ്ടത്. 10 ഇൻറ്റു 0.5 പറയുന്നത് 5. 10 ആൾക്കാർ കൂടിയിട്ട് 5 മീറ്റർ നീളത്തിലാണ് സ്റ്റോൺ ബണ്ട് കെട്ടേണ്ടത്. അപ്പോൾ ഈ നീളത്തിൻ്റെ കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം, 5 എന്ന് എഴുതാം. നീളത്തിൻ്റെ കോളത്തിലെല്ലാം 5 വരും. സ്റ്റോൺ ബണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്നില്ലേ, അതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്നത് 40 സെൻറ്റിമീറ്റർ അടിയിലോട്ടാണ് നമ്മൾ കുഴിയെടുക്കേണ്ടത്. 40 സെൻറ്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുക്കണം. 40 സെൻറ്റിമീറ്റർ വീതിയിൽ വേണം കുഴിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നമ്മൾ കുഴിയെടുക്കുന്നത്. 40 സെൻറ്റിമീറ്റർ ആഴത്തിലും 40 സെൻറ്റിമീറ്റർ വീതിയിലും, 40 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 40 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മൾ കുഴിയെടുക്കുന്നത്. അപ്പം ഈ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന എർത്ത് വർക്ക് എക്സ്കവേഷനല്ലേ, അപ്പോൾ അതിൽ വീതിയിൽ എന്ത് വരും, 40 എന്ന് വരും. ഇനി മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.4, 40 സെൻറ്റിമീറ്റർ 0.4 എന്ന് വരും. ഉയരത്തിൻ്റെ ഓളത്തിലും 0.4 എന്ന് വരും.
നമ്മൾ ഇങ്ങനെയാണ് കുഴിയെടുക്കുന്നത്. 40 സെൻറ്റിമീറ്റർ ആഴത്തിലും 40 സെൻറ്റിമീറ്റർ വീതിയിലും കുഴിയെടുത്തു. ഈ കുഴിയിലാണ് ഫസ്റ്റ് നമ്മൾ കല്ല് കെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഏരിയയിൽ 5 മീറ്റർ നീളം വരും, 10 ആൾക്കാരുള്ളതുകൊണ്ട്. വീതിയിൽ 40, ഉയരത്തിൻ്റെ 40 വരും. ഈ സൈഡെല്ലാം മണ്ണുണ്ടാവുമല്ലോ, നമ്മൾ അടിയിലേക്കല്ലേ കുഴിയെടുക്കുന്നത്. 40 സെൻറ്റിമീറ്റർ ആഴത്തിലും വീതിയിലും കുഴിയെടുത്തു. ഈ സൈഡും ഇങ്ങോട്ടെല്ലാം മണ്ണായിരിക്കും ഫുള്ള്. എന്നിട്ട് ഈ കുഴിയിൽ വേണം നമ്മൾ കല്ല് വെക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ്. അതാണ് രണ്ടാമത്തെ വരി എഴുതുന്നത്. ഫസ്റ്റ് നമ്മൾ കുഴിയെടുക്കുന്നതാണ് എഴുതിയത്. അതിപ്പോൾ 10 ആൾക്കാർ വരുമ്പോൾ 5 മീറ്റർ നീളത്തിൽ 5 മീറ്റർ അപ്പോൾ നമ്മൾ ഈ കുഴിയെടുത്തതിലേക്ക് ഫസ്റ്റ് കല്ല് കെട്ടാം. എന്താണ് നമ്മൾ ചെത്തുകല്ല് വരുന്നത്. ഈ 35 സെൻറ്റിമീറ്റർ നീളം വരും, ഹൈറ്റ് 20, വീതി 20, നമുക്ക് ഏകദേശം അങ്ങനെ വരും. അപ്പം ഈ കല്ലിങ്ങനെ നീളത്തിൽ തന്നെ ഫസ്റ്റ് വെക്കാം. 35 സെൻറ്റിമീറ്റർ ഇങ്ങനെ നീളത്തിൽ വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ കല്ല് ആ കുഴിയിൽ ഇങ്ങനെ 5 മീറ്റർ നീളത്തിൽ ഇങ്ങനെ വെച്ച് പോവാം. അപ്പോൾ ഇത് 40 ആണല്ലോ ഇതിൻ്റെ വീതി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു കല്ലിൻ്റെ വീതി വരുന്നത് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനൊരു കല്ല് വെച്ചു, പിന്നെ ഈ സൈഡ് ഒരു കല്ലും കൂടി വെക്കേണ്ടി വരും. അതായത് നമ്മൾ കുഴിയുടെ വീതി വരുന്നത് 40 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ നീളത്തിൽ അടിയിൽ ആ കുഴിയിൽ ഇങ്ങനൊരു കല്ല് വെച്ചു. നീളം 35, വീതി 20 വരും. നീളം 35, വീതി 20 വരും. പിന്നെ അടുത്ത കല്ലും കൂടി ഈ സൈഡ് വെച്ചു. അപ്പോൾ ഈ വീതി 20. അങ്ങനെ 2 കല്ല് വെക്കുമ്പോൾ നമുക്ക് കുഴിയുടെ വീതിയിൽ കല്ല് വരും. 40 സെൻറ്റിമീറ്റർ വീതിയിൽ നമുക്ക് ഇങ്ങനെ 2 കല്ല് വെക്കാം. അപ്പോൾ വീതി കിട്ടി. ഇനി ഞാൻ പറഞ്ഞല്ലോ ഹൈറ്റ് വേണ്ടത് 40 ആണ്. കുഴിയുടെ ഹൈറ്റ് വരുന്നത് 40 ആണ്. അപ്പോൾ ഫസ്റ്റ് അടിയിൽ ഇങ്ങനെ 2 കല്ല് വെച്ചു. അതിൻ്റെ മേലേക്കും ഒരു ലെയർ കല്ലും കൂടി ഇങ്ങനെ നീളത്തിൽ വെക്കാം. ഈ കല്ല് വെച്ചതിൻ്റെ മേലേക്കും ഒരു ലെയർ കല്ല് നീളത്തിൽ വെക്കുമ്പോൾ നമുക്ക് 40 സെൻറ്റിമീറ്റർ ഹൈറ്റും വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുഴിയെടുത്തു. ആ കുഴിയെടുത്തവർക്ക് എക്സ്കവേഷൻ ചെയ്തു. ആ എക്സ്കവേഷൻ ചെയ്ത സ്ഥലത്ത് നമ്മൾ കല്ല് വെക്കുന്നത്. അപ്പോൾ ആ എക്സ്കവേഷൻ ചെയ്ത അതേ സ്ഥലത്താണ് നമ്മൾ കല്ല് വെക്കുന്നത്. അപ്പോൾ എന്ത് വരും, അതേ വീതിയും അതേ ആഴത്തിലുമാണ് നമ്മൾ കല്ല് വെക്കുന്നത്. അപ്പോൾ മേലെ എഴുതിയ അതേ സാധനം തന്നെ താഴെ വരും. മേലെ കുഴിയെടുത്ത അതേ സ്ഥലത്താണ് നമ്മൾ കല്ല് വെക്കുന്നത്. അപ്പോൾ മേലത്തെ അതേ അളവിന് താഴെയും വരും. അതിന് ശേഷം ഫസ്റ്റ് കുഴിയെടുത്തു, അതിന് കല്ല് വെച്ചു. അതിൻ്റെ മേലെ കല്ല് വെക്കൂലേ, അതാണ് മൂന്നാമത്തെ വരി എഴുതുന്നത്. ഫസ്റ്റ് നമ്മൾ കുഴിയെടുത്ത ശേഷം അടിയിൽ ഇങ്ങനെ നീളത്തിൽ കല്ല് വെച്ചു 2 ലെയറായിട്ട്. ഇതൊരു ലെയർ, അതിൻ്റെ മേലെ ഒരു ലെയർ കല്ല് വെച്ചു. അതിന് ശേഷം ഏറ്റവും മേലേക്കുള്ള ഹൈറ്റില്ല 1 മീറ്റർ ഹൈറ്റിൽ നമുക്ക് കിട്ടുന്നില്ലേ, ഇത് വരുന്നത് വീതി 35 സെൻറ്റിമീറ്ററാണ് വേണ്ടത്, ഹൈറ്റ് 1 മീറ്ററാണ് വേണ്ടത്. അപ്പം വീതി 35 അല്ലേ വേണ്ടേ. ഇതുവരെ നമ്മൾ ഈ കല്ല് ഇങ്ങനെ നീളത്തിലല്ലേ വെച്ചിട്ടില്ലേ, 35 സെൻറ്റിമീറ്റർ ഇങ്ങനെ നീളത്തിലാണ് വെച്ചിട്ടില്ലേ. ആ കല്ല് നമ്മളിങ്ങനെ തിരിച്ച് വെക്കണം. ആ 35 സെൻറ്റിമീറ്റർ വരുന്നത് നമ്മൾ ഇങ്ങനെ തിരിച്ച് വെക്കണം. ഇങ്ങനെ കെട്ടിപ്പോകണം, തിരിച്ച് ഈ രീതിയിൽ കെട്ടിപ്പോകണം. ഇങ്ങനെ വേണം കല്ല് വെക്കാൻ. അപ്പോൾ എത്ര നമുക്ക് വീതി 35 കിട്ടുമല്ലോ. അപ്പം 35ആണ് നമുക്ക് വീതി വേണ്ടത്. ഈ നീളത്തിലുള്ള കല്ലിനെ ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ വീതി നമുക്ക് 35 വരുമല്ലോ. അടിയിൽ നമ്മൾ ഈ കെട്ടിയ കല്ലിൻ്റെ മേലെ നമ്മൾ ഈ കല്ല് ഇങ്ങനെ നേരെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഇങ്ങനെ വെക്കണം, ഇങ്ങനെ നീളത്തിൽ വെക്കണം. എക്സാമ്പിൾ അതായത് ഇങ്ങനെ വെക്കണം. ഇത് നീളത്തിൽ അങ്ങോട്ട് വരും. അതിൻ്റെ 20 സെൻറ്റിമീറ്ററിലെ ഭാഗം, കുഞ്ഞു ഭാഗം ഫ്രണ്ടിലായിട്ട് വരും.
ഇങ്ങനെ വേണം നമ്മൾ മേലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കെട്ടുമ്പം മേലെ കെട്ടുന്ന അതിൻ്റെ വീതി വരുന്നത് 35 സെൻറ്റിമീറ്ററാണ്. 0.35 മീറ്റർ വരും. ഹൈറ്റ് 1 മീറ്റർ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒന്നാണ് എഴുതാം. ഫസ്റ്റ് നമ്മൾ 40 വീതിയിലും 40 സെൻറ്റിമീറ്റർ വീതിയിലും 40 സെൻറ്റിമീറ്റർ ഹൈറ്റിലും, അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ കുഴിയെടുത്തു. 40 സെൻറ്റിമീറ്റർ ആഴത്തിലും 40 സെൻറ്റിമീറ്റർ വീതിയിലും കുഴിയെടുത്തു. ഈ കുഴിയെടുത്ത സ്ഥലത്ത് നമ്മൾ കല്ല് വെച്ചു. അതായത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കല്ല് വെച്ചു. ഇങ്ങനെ 2 കല്ല് വെച്ചു. 35 ആയിരിക്കും ഇതിൻ്റെ നീളം വരുന്നത്, 20 ആയിരിക്കും വീതി വരുന്നത്. അപ്പോൾ 2 കല്ല് വെക്കുമ്പോൾ 40 സെൻറ്റിമീറ്റർ വീതി കിട്ടി. 40 സെൻറ്റിമീറ്റർ ആഴം ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ട് വേണം കല്ല് വെക്കാൻ. അപ്പോൾ 40 സെൻറ്റിമീറ്റർ ആഴം വരും. ആ കുഴി എടുത്തെടുത്ത് കല്ല് വെച്ച ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ 1 മീറ്റർ ഹൈറ്റിൽ വേണം കല്ല് വെക്കാൻ. അങ്ങനെ 1 മീറ്റർ ഹൈറ്റിൽ കല്ല് വെക്കുമ്പോൾ അതിൻ്റെ വീതി വരുന്നത് 35. അപ്പോൾ നമ്മൾ ഇങ്ങനെ കടത്തി വെച്ച കല്ല് നേരെ ഇങ്ങനെ തിരിച്ച് വെക്കുന്നത്. ഇങ്ങനെ വെച്ച കല്ല് നേരെ ഇങ്ങനെ തിരിച്ച് വെക്കുന്നത്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ രീതിയിൽ കല്ല് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി 35 വന്നു. ഈ 35 സംഭവം നമ്മൾ തിരിച്ച് വെക്കുന്നതല്ലേ, അപ്പോൾ ഈ സൈഡ് 35 വന്നു, ഇത് 20 ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കിടത്തി വെച്ച് അതിൻ്റെ മേലേക്കാണ് നമ്മൾ 1 മീറ്റർ ഹൈറ്റിൽ കയ്യാൽ കെട്ടുന്നത്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ 1 മീറ്റർ ഹൈറ്റിലേക്ക് കെട്ടുന്നത്. ഇനി മൊത്തളവിൽ ഇത് 3 ഇൻറ്റു ചെയ്തിട്ട് എഴുതാം. 5 അല്ലേ വന്നത്, അപ്പോൾ 5 ഇൻറ്റു 0.4 ഇൻറ്റു 0.4 ആണ് എർക്കിൽ വരുന്നത്. 0.8 എന്ന് വരും. അതേ സ്ഥലത്ത് കല്ല് കെട്ടുന്നുണ്ട്, താഴെ അതേ അളവ് തന്നെ വരും. അപ്പോൾ ഇവിടെയും 0.8 എന്ന് വരും. പിന്നെ അതിൻ്റെ മേലെ കെട്ടുന്നതിൽ 5 ഇൻറ്റു 0.35 ഇൻറ്റു 1 നിങ്ങളിൻ്റെ വീതി ഇൻറ്റു ഹൈറ്റ്, അപ്പോൾ 1.75 എന്ന് വന്നു. ഇങ്ങനെയാണ് മൊത്തം അളവ് വരുന്നത്. ഈ അളവിലാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. 10 ആൾക്കാർ വരുമ്പോൾ 1 മീറ്റർ ഹൈറ്റ് ആകുമ്പോൾ ഒരാൾ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 ആൾക്കാർ വരുമ്പോൾ 10 ഇൻറ്റു 5 മീറ്റർ ടോട്ടൽ എടുക്കണം. 5 മീറ്റർ നീളത്തിൽ വേണം കല്ല് കെട്ടാൻ വേണ്ടിയിട്ട്. ഇത്ര ചെയ്തിട്ട് അത് തന്നെ ഇപ്പുറം എഴുതാം. അതിന് 75 സെൻറ്റിമീറ്റർ, ഈ 1 മീറ്ററിൻ്റെ സ്ഥലത്ത് 75 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നതെങ്കിൽ ഒരു മാറ്റേ വരുന്നില്ലോ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട നീളം 60 സെൻറ്റിമീറ്റർ ആണെന്നുള്ള മാറ്റേ വരുന്നില്ല. അപ്പോൾ 10 ആൾക്കാരുണ്ടെങ്കിൽ 10 ഇൻറ്റു 0.6, ഈ 5ൻ്റെ അടുത്തെല്ലാം എന്താവും, 6 ആവും. ഈ 1 മീറ്ററിൻ്റെ അടുത്ത് 0.75 വരും. 75 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നതെങ്കിൽ ഒരാൾ 60 സെൻറ്റിമീറ്റർ എടുക്കണം. 10 ആൾക്കാർ വരുമ്പോൾ 10 ഇൻറ്റു 0.6 6 മീറ്റർ എന്ന് വരും നീളത്തിൻ്റെ അടുത്ത്. 6 മീറ്റർ നീളത്തിൽ വേണം സ്റ്റോൺ ബണ്ട് കെട്ടാൻ. അതേപോലെ ഈ ഹൈറ്റിൻ്റെ കോളത്തിൽ 1 മീറ്ററിന് പകരം 0.75 75 സെൻറ്റിമീറ്റർ എന്ന് വരും. അതാണ് 1 മീറ്റർ 75 സെൻറ്റിമീറ്റർ ഉണ്ടാകുമ്പോൾ വ്യത്യാസം. രണ്ടാമത്തെ ദിവസം ഇപ്പം 15 ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ 15 ഇൻറ്റു 0.5 നീളത്തിൻ്റെ കോളത്തിൽ 7.5 മീറ്റർ എന്ന് വരും. 7.5 എന്ന് വരും 3. വീതി എല്ലാറ്റിലും സെയിം ആയിരിക്കും. നമുക്ക് കുഴിയെടുത്ത വീതിയിൽ എന്ത് വരും, മേലെ ഇതേപോലെ തന്നെ 0.4 എന്ന് വരും. അതേ സ്ഥലത്താണല്ലോ നമ്മൾ കല്ല് കെട്ടുന്നത്. അപ്പോൾ താഴെ അതേ നീളവും വീതി തന്നെ വരും. ടോപ്പിലായിട്ട് മേലെ കെട്ടുന്നതിൽ വീതി 35 ഹൈറ്റ് 1 വന്നു. അപ്പോൾ മൊത്തം അളവ് വരുമ്പോൾ 7.5 ഇൻറ്റു 0.4 ഇൻറ്റു 0.4 7.5 ഇൻറ്റു 0.4 ഇൻറ്റു 0.4 1.2 മൊത്തം അളവിൽ വരും. അതിന് താഴെയും വരും, താഴെ അതേ അളവായതുകൊണ്ട്. പിന്നെ 7.5 ഇൻറ്റു 0.35 ഇൻറ്റു 1
2.62 എന്ന് വരും. ഇനി മൂന്നാമത്തെ ഫോം എഴുതുമ്പോൾ രണ്ടാമത്തെ ഫോമിലുള്ളത് കൂട്ടി എഴുതേണ്ടതാണല്ലോ മൂന്നാമത്തെ ഫോമിൽ. ഇത് മൂന്നാമത്തെ ഫോമാണ്. ഈ 3 ലൈൻ നമ്മൾ എഴുതി. രണ്ടാമത്തെ ഫോം എടുക്കാം. ഇതിൽ നീളത്തിൻ്റെ ഫസ്റ്റ് ദിവസം 5 മീറ്റർ, രണ്ടാമത്തെ ദിവസം 7.5 മീറ്റർ എടുത്തത്. 2 ദിവസം പണിയെടുത്തിട്ടില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ നീളം കൂട്ടാം. ഫസ്റ്റ് ദിവസം 5 മീറ്റർ, 5 പ്ലസ് രണ്ടാമത്തെ ദിവസം 7.5 12.5 മീറ്റർ, ടോട്ടൽ 12.5 മീറ്റർ എന്ന് വരും. അപ്പോൾ മൂന്നാമത്തെ ഫോമിൽ നീളത്തിൻ്റെ കോളത്തിൽ 12.5 12.5 കുഴിയെടുത്തു. അതേ സ്ഥലത്ത് കുഴിയിൽ കല്ല് കെട്ടി, അതിൻ്റെ മേലെ അതേ നീളത്തിൽ കല്ല് കെട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വീതി സെയിം ആണല്ലോ, 0.4 തന്നെയല്ലേ എല്ലായിടത്തും. അപ്പോൾ വീതി ഉയരം സെയിം ആയതുകൊണ്ട് നമ്മൾ അതന്നെ എടുത്തെഴുതാം. എർത്ത് വർക്കിൽ 0.4 എന്ന് വരും. അതിന് മേലെ കെട്ടുന്നതിൽ 35.35 1 മീറ്റർ ഹൈറ്റ്. ഇനി ഇത് 3 ഇൻറ്റു ചെയ്തിട്ട് മൊത്തം അളവിൽ എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.